ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയ ഏകദേശം ആ രൂപത്തിലാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചിക്കൻ കബാബിൻ്റെ മസാല പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. അതുകൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വീതം ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1 നാരങ്ങയുടെ പകുതി ഭാഗം നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അത് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഓപ്ഷണലാണ്. ഓയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കുക. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഓയിലിലോ നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അധികം ഓയിലും ഈ ഫ്രൈന് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലൊക്കെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്കി അങ്ങനെ തന്നെ പാത്രത്തിൽ കാണുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതുപോലെ ഓരോ പീസായിട്ട് നമ്മൾ ഈ ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ നമ്മൾ ഒരു 10 മിനിറ്റോളം, ഒരു 7-8 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ചിക്കൻ പീസായിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഓപ്പണിൽ കുക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള മസാല മൊത്തം ഒഴുകി താഴെ പോവും. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചിട്ടതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റോളം വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത് ഫ്രൈ ആണ്. അപ്പോൾ ചിക്കനിലുള്ള ആ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കുക്കായി വരികയും ചെയ്യും. ഇങ്ങനെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് ബിരിയാണിയാണ്. സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ അപ്പുറത്ത് ഇതേപോലെ തന്നെ കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ചോറെല്ലാം ഒന്ന് ഇളക്കി മറിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ച് തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു ചിക്കൻ ഒന്ന് മൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കബാബിൻ്റെ മസാല ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.